ചില ആളുകളെക്കുറിച്ച് സ്വന്തം നാട്ടിൽ അന്വേഷിച്ചാൽ കേൾക്കുന്ന മറുപടി ഇങ്ങനെയായിരിക്കും: അവൻ തേരാപ്പാര നടപ്പാ, ഓ അവൻ തേരാപ്പാരയാണെന്നേ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വെറുതെ നടപ്പാണെന്ന് അർത്ഥം. എന്നാൽ ഈ വാക്ക് നിയമസഭയിൽ വരെ എത്തി. മന്ത്രി KT ജലീലാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ തേരാപ്പാര നടക്കുന്ന ആളായിരുന്നു എന്നാണ് ജലീൽ പറഞ്ഞത്. പിന്നെ പറയണോ പുകില്? സാർ, ഈ മൈനോറിറ്റി കമ്മീഷൻ യഥാർത്ഥത്തിൽ മൈനോറിറ്റി കമ്മീഷൻ ആയത് ഇപ്പോഴാണ് സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. കാരണം ഒരു രാഷ്ട്രീയ നിറവും ഞങ്ങൾ കൊടുത്തിട്ടില്ല സാർ. മൈനോറിറ്റി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് റിട്ടയേർഡ് വിജിലൻസ് ജഡ്ജ് മിസ്റ്റർ ഹനീഫയാണ്. ഇത്തരത്തിലുള്ള ഒരാളെയാണ് അതിന്റെ കമ്മീഷന്റെ ചെയർമാൻ ആക്കേണ്ടത്. എന്നാലേ അതിന്റെ ഒരു പ്രസ്റ്റീജ് ഉയരൂ. സത്യത്തിൽ കഴിഞ്ഞ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് അതിന് UDF രൂപീകരിച്ചതിലൂടെ ആ കമ്മീഷന്റെ യശസ് താഴ്ത്തുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ യശസ് ഉയർത്തുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് ബിന്ദു തോമസ് അവര് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിന്റെ മെമ്പറായിരുന്നു. അവർ നിയമപരിജ്ഞാനമുള്ളയാൾ. ഈ രണ്ടുപേരെയാണ് ഞങ്ങൾ വെച്ച് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സാർ, ഇതിന്റെ യശസ് ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അല്ലാതെ തേരാപ്പാര നടക്കുന്ന ആളുകളെ ഇതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്കോ മെമ്പർ സ്ഥാനത്തേക്കോ കൊണ്ടുവരാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. സാർ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് അർത്ഥം. സാർ, തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരാളെ അവഹേളിക്കുന്ന, മറ്റൊരാൾ അവഹേളിക്കുന്ന ഒരു പരാമർശം നടത്താൻ പാടില്ലാതെ ഓർഡറിലാണോ സാർ? ഏതാണ് പരാമർശം നീക്കം ചെയ്യേണ്ടതാണ്. അവഹേളിക്കുന്ന പരാമർശം എന്താണ്? തേരാപ്പാര എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഒരു അർത്ഥമുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. വീരാൻകുട്ടി എന്റെ കൂടെ KSUവിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. എന്താണ് സാർ, വീരാൻകുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉന്നത സമിതിയിലുണ്ടായിരുന്ന ആളാണ്. സാർ, വക്കീൽ പ്രൊഫഷനിൽ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. ആ ആളിന്റെ പേര് പറഞ്ഞതിന് ശേഷമാണ് ഈ വിശേഷണം വരുന്നത്. ആളിന്റെ പേര് വായിച്ചതിന് ശേഷമാണ് പറയുന്നത്. തേരാപ്പാര എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് നടക്കുക എന്ന് മാത്രമല്ല, അലഞ്ഞു നടക്കുക എന്ന് തന്നെയാണ്. സാർ, അലഞ്ഞു നടക്കുന്നതാണോ വക്കീല്? അലഞ്ഞു നടക്കുന്നതാണോ പൊതുപ്രവർത്തകൻ? സാർ, ഇരിക്കുന്ന സ്ഥലത്ത് തുപ്പി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങയുടെ റൂളിങ്ങിനേക്കാൾ ഭംഗി ശ്രീ ജലീൽ ഇത് പിൻവലിക്ക്. അങ്ങയുടെ മാന്യത വർദ്ധിക്കത്തേ ഉള്ളൂ. ഇത് പിൻവലിക്കലോ എന്റെ അഭിപ്രായം. തേരാപ്പാര എന്നതിന്റെ അർത്ഥം അനന്തവിഹായസിലേക്ക് എന്നാണ്. അതിന് തെക്ക് വടക്ക് എന്നൊരു അർത്ഥമൊന്നുമില്ല സർ. അത് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ വാക്കാണ് പ്രൊഫസർ അവതരിപ്പിച്ചത്. ഏതായാലും ഭാഷയിലെ ഒരു പണ്ഡിത സഭയല്ലത്. അത് പരിശോധിച്ചിട്ട് ചെയർ ഒരു നിലപാട് സ്വീകരിച്ചോളാം. ഇവിടെ BS എത്രയോ പ്രാവശ്യം തേരാപ്പാര എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പുറത്തുള്ള ആൾക്കാരും തേരാപ്പാര എന്ന് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വീരാൻകുട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ, ഞാനും വീരാൻകുട്ടിയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകളിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ആദ്യം ഫെർണാണ്ടസിന്റെ കൂടിയായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ വന്നു. ആ രൂപത്തിലും തേരാപ്പാര തന്നെയാണത്. അത് പിൻവലിക്കേണ്ട യാതൊരു ആവശ്യമില്ലത്. സാർ, കേന്ദ്ര നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. തേരാപ്പാര എന്നുള്ള പ്രയോഗം ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഇവിടെ നടത്തിയിട്ടുണ്ടോ? പ്ലീസ് ഇരിക്കൂ. ചെയർ ഒരു കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങളെ ഒരു റൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വാദകം പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പരിശോധിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നമുക്ക് ഉപയോഗിക്കാം. ആ കോംപ്രമൈസിന്റെ രൂപത്തിൽ നമുക്കത് അംഗീകരിക്കാം. നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആരെയും അപമതിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 3 പേരുടെയും പേര് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് സാർ, ഈ ഗവൺമെന്റ് മൈനോറിറ്റി കമ്മീഷന്റെ യശസ് ഉയർത്തി അതിന് യോഗ്യന്മാരുമായിട്ടുള്ള ആളുകളെ ആ സ്ഥാനത്ത് വെച്ചു എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ അപ്പുറത്തിരിക്കുന്നവർ ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഏതെങ്കിലും വിഭാഗത്തെ അപമാനിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അപമതിപ്പുളവാക്കാൻ വേണ്ടിയിട്ടോ അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ ബില്ല് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ
ഹനീഫയെയും അഡ്വക്കേറ്റ് ബിന്ദു തോമസിനെയും ഞങ്ങൾ വെക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വെച്ചത് ആരെയാണ്? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. തേരാപ്പാര എന്നുള്ള വാക്കിനോടാണ് നിങ്ങൾക്ക് അലർജി എങ്കിൽ, തേരാപ്പാര ഇത്ര വലിയ പുലിമുരുകൻ അതാണ് നിങ്ങൾക്ക് അലർജി എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അപ്പോൾ നിയമസഭയിൽ പറയേണ്ടത് അസ്ഥാനത്തായാലും അർത്ഥങ്ങൾ പലതുണ്ടാകുമെന്ന് മനസ്സിലായല്ലോ. വീണ്ടും ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ പിണറായിയെ വെറുതെ വിട്ട വി. മുരളീധരൻ.